ഗൈസ്, KCET 2025 അലോട്ട്മെന്റ് പ്രോസസ്സ് വന്നു കഴിഞ്ഞു. ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അലോട്ട്മെന്റ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഞാൻ വരുത്തി തരാം. ഇതൊരു ഡെമോ വീഡിയോ ആണ്. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കേണ്ട രീതികളും ഓരോരോ കോളേജുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നത് KEA വഴി നമുക്ക് ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പല കുട്ടികളുടെ വിചാരം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,40,000. ഇപ്പോൾ നമ്മൾ KCET അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ 1 ലക്ഷം രൂപയാണ് ഫീസ് കാണിക്കുന്നത്. പക്ഷേ അതർ ഫീസസും കാര്യങ്ങളൊക്കെ കൂട്ടുന്ന സമയത്ത് ക്ലോസ് വൈ കാൻഡിഡേറ്റ്സിന് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് 1,40,000 രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്, ഒബ്വിയസ്ലി. അപ്പോൾ ഈ 1,40,000 രൂപ ഹോസ്റ്റൽ ഫീസോട് കൂടിയുള്ള ഫീസാണോ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്, രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. അല്ല, ഈ 1,40,000 രൂപ വിത്തൗട്ട് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ഫീസ് ഓരോ പ്രൈവറ്റ് കോളേജ് അനുസരിച്ചിട്ട് ഹോസ്റ്റൽ ഫീസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അത് ഓരോരോ മാനേജ്മെന്റ് തീരുമാനിക്കുന്നതാണ്. ചില ഹോസ്റ്റലിൽ 70,000 രൂപയ്ക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവും, ചില ഹോസ്റ്റലിൽ 80,000 രൂപയായിരിക്കും. ചില കോളേജുകളുടെ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ, 1,20,000 വരെയൊക്കെ വരുന്ന കോളേജുകളുണ്ട്. അത് ഹോസ്റ്റൽ ഫീസ് ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഓപ്ഷൻ എൻട്രി കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ എൻട്രി കൊടുക്കുക. കാരണം നമ്മുടെ റാങ്ക് ഇപ്പോൾ 1 ലക്ഷം റാങ്കാണ്. ഇപ്പോൾ 1,30,000. ഇപ്പോൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിലേറെ ബെറ്റർ ആയിട്ടുള്ള കോളേജുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ബെറ്റർ കോളേജസ് മാത്രം അലോട്ട്മെൻറ്റിൽ കൊടുക്കുക. അതായത് ഏകദേശം 2 ലക്ഷം റാങ്ക് വരെ കിട്ടുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കോളേജുകളുടെ, നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ള അടിപൊളി സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KEAയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻ എൻട്രി കൊടുക്കുന്ന ലിങ്ക് വഴി കയറുന്ന സമയത്ത് നമ്മുടെ OTP, അതുപോലെ തന്നെ CET നമ്പർ, വെരിഫിക്കേഷൻ സ്ലിപ്പിലുള്ള CET നമ്പറും ഡീറ്റെയിൽസും, രജിസ്റ്റർ നമ്പറും, അല്ലെങ്കിൽ ഫേസ് വെരിഫിക്കേഷൻ ആണെങ്കിൽ ഫേസ് വെരിഫിക്കേഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ QR കോഡ് ആണെങ്കിൽ QR കോഡ് വഴി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സ് നഴ്സിംഗ് ആണ്. അത് പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കോളേജുകളിലും ഇതിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൽ വരും. അപ്പോൾ നമ്മൾക്ക് താല്പര്യപ്പെടുന്ന നമ്മുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓപ്ഷൻ നമ്പർ അടക്കം ഒന്നാമത്തെ കോളേജ് ഏതാണ് വേണ്ടത്, ഞാനിവിടെ കൊടുത്തിട്ടുള്ള JSS, MS രാമയ്യ, ഫാദർ മുള്ളേഴ്സ്, രാജരാജേശ്വരി, വൈദേഹി, ഇതുപോലത്തെ കുറച്ച് അടിപൊളി കോളേജസ്, ലക്ഷ്മി മെമ്മോറിയൽ, BGS, കിംസ് മെഡിക്കൽ കോളേജ്, ഇതുപോലത്തെ ഏറ്റവും ടോപ്പ് കോളേജസ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കൊടുക്കേണ്ട. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സബ്മിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ കൊടുത്ത ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും കാര്യങ്ങളാണ് അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ടോപ്പും കോളേജസും കാര്യങ്ങളൊക്കെ അലോട്ട്മെന്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പ് കോളേജുകളൊക്കെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ KEAയുടെ വാട്സപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസ് കൊടുത്തത് ക്ലോസ് വൈ അല്ല, വേറെ ഏതെങ്കിലും ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ്, ഇപ്പോൾ എല്ലാ കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ് സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ മാനേജ്മെന്റ് സീറ്റ് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ KEA വഴി അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ KEA വഴി അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ KEAയിൽ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം കിട്ടാൻ സാധ്യതയില്ല, ഇനി KEA ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, കർണാടകത്തിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോളേജുകളുടെ ഇപ്പോൾ മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം, മാണ്ഡ്യ, ഹസൻ പോലുള്ള കർണാടകത്തിലെ ഏറ്റവും ടോപ്പ് സിറ്റികളിലെ ഏറ്റവും ടോപ്പ് കോളേജുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.